നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനി, ഇന്ന് ലോക നാടക ദിനമാണ്. ആ ദിനത്തിനും നാടക കലാകാരന്മാർക്കും കലാകാരന്മാരിൽ അവശയായവർക്കെല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ബഹുമാനി, ഇറാൻ ഇസ്രായേൽ യുദ്ധം, അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യം പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിൽ കിടക്കാം. അതായത് 1982 ഇറാനിലെ വിപ്ലവം കഴിഞ്ഞ് ആ സമയത്ത് അധികാരമേറ്റപ്പോഴേ ആസ്ട്രേലിയൻ ഒരു പത്രപ്രവർത്തകൻ അന്ന് ഖൊമൈനിയോട് ചോദിച്ചു, നിങ്ങളുടെ മുഖ്യ ശത്രു ആരെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അന്ന് ഇറാൻ ഇറാഖ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, കൊടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഷിയാക്കളായ ഇറാനികളെ തകർക്കാൻ വേണ്ടി സുന്നികളെന്ന് പറയുന്ന ഇറാഖിലെ സദ്ദാം ഹുസൈന് സർവാഭരണ വിഭൂഷൺ എന്ന് പറയുമ്പോൾ സർവ്വവിധ ആയുധം കൊടുത്ത് അമേരിക്ക ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. 8 വർഷം യുദ്ധം നടത്തി. ലക്ഷക്കണക്കിന് ആൾക്കാരെ ഇരു രാജ്യങ്ങളും നശിപ്പിച്ചു. യുദ്ധം ആരും ജയിക്കാതെയും ആരും തോൽക്കാതെയും സമനിലയിൽ പിരിഞ്ഞു. അന്ന് ഈ ആസ്ട്രേലിയൻ പത്രപ്രവർത്തകൻ ചോദിച്ചത്, നിങ്ങൾ മുഖ്യ ശത്രു ആരെന്ന് പറഞ്ഞപ്പോഴേ ഈ ഖൊമൈനി പറഞ്ഞത് ഇറാഖാണ് മുഖ്യ ശത്രു എന്നല്ല, അമേരിക്കയാണ്. സാമ്രാജ്യത്വ ശക്തികളുടെ കേന്ദ്രമായ ഏകാധിപത്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും വഞ്ചനയുടെയും പര്യായമായ അമേരിക്ക തന്നെയാണ് മുഖ്യ ശത്രു എന്ന് പറഞ്ഞു. അറിയാമല്ലോ, ഇറാനും ഇറാഖും നമ്മൾ യുദ്ധം അമേരിക്കൻ സായിപ്പന്മാർ ഉണ്ടാക്കിയെടുത്താണ്. അതുപോലെ ഇറാനും നശിക്കുക, ഇറാഖെന്ന് അറിയിച്ച് ലക്ഷക്കണക്കിന് ആൾക്കാരെ പരസ്പരം കൊല്ലുകയും ചെയ്യും. അത് കഴിഞ്ഞ് അതിന് മുൻപ് ഇസ്രായേൽ ആദ്യമായിട്ട് രൂപീകരിച്ചപ്പോൾ, ഇസ്രായേൽ രൂപീകരണം നടന്നപ്പോൾ ആദ്യമായിട്ട് സ്വീകരിച്ച 2 രാജ്യങ്ങളുണ്ട്. ഒന്ന് തുർക്കിയുടെ മുസ്തഫ കമാൽ പാഷയുടെ തുർക്കി, ഇസ്ലാം മതം നിരോധിച്ചും വാഗുളി നിരോധിച്ചും പർദ്ദയൊക്കെ നിരോധിച്ചും തനി സായിപ്പൻ രീതിയിൽ നിരീശ്വരവാദ രീതി നടത്തി വളർന്ന തുർക്കി എന്ന് പറയുന്ന മുസ്തഫ കമാൽ പാഷയാണ്. അത് മുസ്ലിം രാജ്യമല്ല, മുസ്ലിം വിരുദ്ധ രാഷ്ട്രമാണ്. രണ്ടാം സ്വീകരിച്ച് ഇറാനാണ്. ഇന്നത്തെ ഇറാനല്ല, അന്ന് ഷാ പഹലവി, തനി അമേരിക്കയുടെ നോമിനി, തനി യൂറോപ്യൻ സ്റ്റൈൽ ജീവിച്ച് പോയ രാജ്യം. അത് കഴിഞ്ഞൊക്കെയാണ് തുർക്കിയും ഇസ്രായേലും അകൽച്ച വന്ന്, പിന്നെ ഇറാനും ഇസ്രായേൽ അകൽച്ച വന്ന് അങ്ങനെ പോകുന്നത്. അപ്പോൾ ലോകത്തുള്ള സർവ ബുദ്ധിമുട്ടുകളുടെയും ഏക കാരണം അമേരിക്ക തന്നെയാണ്. ഇപ്പോൾ അങ്ങനെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളത് ബ്രിട്ടീഷ് തന്ത്രമാണ്, അമേരിക്ക എന്നാണ് യൂറോപ്യൻ തന്ത്രമാണ്. ആ തന്ത്രത്തിലാണ് ഇപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളിലെ ചില പാവ രാജ്യങ്ങൾ പെട്ടുപോയത്. ഇപ്പോൾ നമ്മൾ കാന്തപുരത്തിൻ്റെ ജൂനിയർ കാന്തപുരം പറഞ്ഞല്ലോ, ഇങ്ങനെ ഗൾഫ് രാഷ്ട്രങ്ങളെ ആക്രമിക്കുക ശരിയല്ല, ഏകപക്ഷമായിട്ട് ആക്രമിക്കാൻ പാടില്ല എന്നൊക്കെ. ശരി തന്നെയാണ്, ആരും ഏകപക്ഷം ആക്രമിക്കാൻ പാടില്ല. എന്തുകൊണ്ട് ഇറാൻ ആക്രമിച്ചു എന്നുള്ളത് കാന്തപുരത്തിന് ജൂനിയർ കാന്തപുരം ശ്രദ്ധിച്ചില്ല. അമേരിക്കയുടെ ബേസ്, സൈനിക താവളം, കോടിക്കണക്കിന് രൂപ ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്ക കൊണ്ടുപോയി അമേരിക്ക സംരക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞ് ബേസ് അവിടെ നിന്ന് മതിച്ച് അറമാദിക്കുകയാണ് അമേരിക്കൻ പട്ടാളക്കാർ. അവിടെയാണ് ഇതിട്ടത്. അവിടെ നിന്നാണ് ഇറാനെ ആക്രമിക്കാനായിട്ട് ഇത് വന്നത്. ആ നിലയ്ക്ക് ഇറാൻ അവിടെ ആക്രമിക്കുമ്പോൾ അതിനെ തകർക്കുമെന്ന് പറഞ്ഞാണ് ചെയ്തത്. അതുപോലും മനസ്സിലാക്കാനുള്ള ഇതില്ലാതെ കാന്തപുരത്തൊക്കെ അല്ലെങ്കിൽ അത്രയുള്ള വിവേകമുള്ളൂ, അറിവുണ്ടായിട്ടുള്ള വിവേകമാണല്ലോ, അറിവുള്ളൂ. അത് കാർന്നവർക്കും അതെ, കാർന്നോരും അതെ. അത് 4 വർഷം ഗർഭവും കാലാവധി 4 വർഷം, അതൊക്കെ ഞങ്ങൾ പറഞ്ഞ് എവിടെയോ പുസ്തകം വായിച്ചാട്ടെ. അങ്ങനെ പണ്ടന്മാരാണ്, അത് പോട്ടെ. അപ്പോൾ ഇപ്പോൾ അവസാനം വരുന്നത്, കുറേ വർഷമായി സൗദി അറേബ്യ, ദുബായ് ഒക്കെ ലോകത്തിൽ നമ്പർ 1 ദുബായ് എയർപോർട്ടാണ് ലോകത്തിൽ നമ്പർ 1. ചിന്തിക്കാൻ പറ്റാത്ത വിജയമാണത്. സൗദി അറേബ്യയും ഏറ്റവും വലിയ
സമ്പന്ന രാജ്യം മാത്രമല്ല, സൗദി അറേബ്യയിൽ 1000 വർഷത്തേക്കുള്ള നാച്ചുറൽ ഗ്യാസ് സൗദി അറേബ്യയിലുണ്ട്. അതുകൂടാതെ പെട്രോൾ ഉൽപ്പന്നങ്ങളുണ്ട്, എത്ര 1000 കൊല്ലം മതി. അതൊക്കെ പുറമെയാണ് സ്വർണ്ണ മലകൾ. ഇപ്പം മക്കത്ത് മദീനത്ത് പോകുന്ന വഴി ബദറിൻ്റെ അടുത്ത് സ്വർണ്ണ മലയുണ്ട്. അതെന്ന് വെച്ചാൽ അവിടെ 1 കിലോ സ്വർണ്ണത്തിൽ 400 ഗ്രാം വരെ സ്വർണ്ണത്തിന് ആവശ്യമാണ്. നമ്മുടെ ഇവിടെ കൂർഗാലിയുണ്ട്, നമ്മുടെ ആസ്ട്രേലിയയിൽ സ്വർണ്ണക്കരി. പിന്നെ നമ്മുടെ കർണാടകയിലുണ്ട് കോലാർ കരികൾ. കോലാർ കരിയിൽ സ്വർണ്ണക്കരി നിർത്തിപ്പോയി, മുതലാകുന്നില്ല. 1 കിലോ എടുത്താൽ 1 ഗ്രാമായിട്ട് കിട്ടുന്നുള്ളൂ. അപ്പോൾ മാനുഫാക്ചറിങ് കോസ്റ്റും സെയിൽസ് തമ്മിൽ വരുമാനം ഒക്കാത്ത തമ്മിൽ കോലാർ കരി പൂട്ടിപ്പോയി. അതേ സ്ഥാനത്ത് സൗദി അറേബ്യയിലെ മലയിൽ തന്നെ 40%, 1 കിലോ അയിരണ്ടിയാൽ 40%, 400 ഗ്രാം സ്വർണത്തിൻ്റെ അംശം ഉണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് അവർ തൊട്ടിട്ടില്ല. അത് കണ്ടിട്ട് സമ്പത്തുണ്ട്. അവർ കഴിഞ്ഞ് 2030 ലോകത്ത് ഒന്നാമാകാൻ വേണ്ടി അസാധ പരിശ്രമത്തിലാണ്. ഇതെല്ലാം കണ്ടുപിടിക്കുക സഹായിപ്പാൻ സമ്മതിക്കുമോ? ഇന്ത്യയിലെ ബ്രാഹ്മണിക്ക് ലോബി ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ പിന്നോക്കരെയൊക്കെ തകർക്കും പോലെ അമേരിക്ക തകർക്കാൻ തീരുമാനിച്ചു ഇസ്രായേലോടുകൂടി. അങ്ങനെയാണ് ഇപ്പോൾ ഇറാനും ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ തകർക്കം വന്ന് ആ കൂട്ടത്തിൽ എല്ലാത്തും നശിപ്പിച്ച് ഇസ്രായേലിന് ദേശീയ ഇസ്രായേൽ അല്ലെങ്കിൽ ഗ്രേറ്റർ ഇസ്രായേൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം. അറബി നാടുകൾ ഇത്രയും കാലം വഴങ്ങിയില്ല. പക്ഷേ ഇതിപ്പോൾ വഴങ്ങുന്ന ലക്ഷ്യമാണ് കാണുന്നത്. സൗദി അറേബ്യ പറഞ്ഞ് അമേരിക്കയായിട്ട് സഹകരിച്ചിട്ട് ഇറാനെ തകർക്കണം എന്ന് പറഞ്ഞെന്നാണ് പറയുന്നത്. ശരിയൊന്നറിയില്ല. അത് ഏതുപോലെ എന്നറിയോ? ഈ പറഞ്ഞ ഇറാഖ് യുദ്ധം ചെയ്ത് ഇറാഖ് സാമ്പത്തികമായിട്ട് ടൈറ്റായപ്പോൾ അന്ന് സൗദി അറേബ്യയുടെ അംബാസഡർ ഇറാഖിലെ ഒരു സ്ത്രീയാണ്. വനിത പറഞ്ഞു സദ്ദാമിനോട്, സദ്ദാംജി നിങ്ങൾ കുവൈറ്റിൽ കയറ്, അവിടെ കണ്ടമാനം സമ്പത്തുണ്ടോ. അങ്ങനെ സദ്ദാമിൻ്റെ 1000 പട്ടാളക്കാരും 10,000 പട്ടാളക്കാരും 1000 ടാങ്കുമായിട്ട് നേരെ കുവൈറ്റിലേക്ക് പോവാണ്. ഇത് ഉപഗ്രഹത്തിൽ പിടിച്ച് നേരെ സൗദി രാജാവിന് സൗദി ഭരണകൂടത്തെ അറിയിക്കണം. സദ്ദാം കുവൈറ്റിൽ കയറി അടുത്തത് നിങ്ങളിലാണ്, ഞങ്ങൾ സംരക്ഷണം തരാമെന്ന്. ആദ്യം അവർ സമ്മതിച്ചില്ല. അവർ ഉലമ കൗൺസിലുണ്ട്, ഉമറ കൗൺസിലും ഉലമ 2 കൗൺസിലാണ്. ഒന്ന് പിന്നെ നേതാക്കളുടെ, ഒന്ന് പിന്നെ ആത്മീയ നേതാക്കളുടെ ഉലമ കൗൺസിൽ സമ്മതിച്ചില്ല. അങ്ങനെ നിർബന്ധിച്ച് സഹി കിട്ടപ്പോഴാണ് എന്തെങ്കിലും ആകുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സൗദി അറേബ്യ കയറിയത്. 25 വർഷമായി, 90-ലല്ലോ, 25 വർഷമായി. അവിടെ കംപ്ലീറ്റ് ഊറ്റി. ആരാംകോ ഇന്ത്യൻ അറേബ്യൻ അമേരിക്കൻ കമ്പനി അവിടുന്ന് സമ്പത്ത് മുഴുവൻ ഊറ്റിക്കൊണ്ടാണ്. അതെങ്ങനെയുള്ള കള്ളതിൽ 10 കയറ്റിയാൽ നമ്മൾ ഈ കൂപ്പിയൊക്കെ തടി കൊണ്ടുപോകില്ല. 10 ലോഡ് കാണിച്ചാൽ 100 ലോഡ് കൊണ്ടുപോകും ബില്ല്. അതുപോലെ ബില്ലുണ്ട് 10 ഉണ്ടെങ്കിൽ ബില്ലില്ല 100. അതിനുകൊണ്ട് ഏജൻസികളുണ്ട്. അതാണല്ലോ അതിൻ്റെ കള്ളക്കച്ചവടം നടത്തിയാണല്ലോ നമ്മുടെ വയനാട്ടുകാരൻ ജോയി അവസാനം പിടിച്ചാൽ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന പറയുമ്പോൾ ചാടി മരിച്ചൊക്കെ ആ കള്ളക്കടത്ത് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം എന്താ വെച്ചാൽ ഈ ഗൾഫ് രാജ്യങ്ങൾ സൗദി അറേബ്യ, കുവൈത്ത്, ബഹ്റിൻ, UAE ഒക്കെ ചേർത്ത് അമേരിക്ക സഖ്യമായിട്ട് ഒരു പക്ഷേ ഇറാനെ നശിപ്പിക്കാനുള്ള ശ്രമത്തിലാണെന്നാണ് വാർത്ത കേൾക്കുന്നത്. അങ്ങനെയാണ് ഈ കള്ള അറബികൾ എന്ന് നശിച്ചുകൊണ്ട് 1939, 45, 45 കഴിഞ്ഞിട്ട് എത്ര വർഷമായിടോ ലോകത്ത്? 45 കഴിഞ്ഞിട്ട് 55, 25, 80 ചില വർഷം കഴിഞ്ഞിട്ട് ഒരു കളിത്തോക്ക് പോലും ഈ കള്ളന്മാരായ ഗൾഫ് രാജ്യങ്ങളുണ്ടാക്കിയില്ല. സുഗലോല് ഇതാണ്. അമേരിക്ക ഭാരം കൽപ്പിച്ച് അവർ സുഗലോല് ഫ്രാൻസിലും പാരീസിലും പോയി പെണ്ണ് പിടിച്ചും വെള്ളം അടിച്ചും ആഘോഷിക്കരുത്. ഇറാനല്ല 10-40 വർഷം കൊണ്ട് അവർ ആയുധങ്ങളുണ്ടാക്കി. ഞാൻ ഇറാനെ പോറ്റി പറയുന്നില്ല, ഇറാൻ എല്ലാം ചെയ്യുന്ന എല്ലാം ശരിയാണെന്ന് പറയുന്നില്ല. പക്ഷേ ഇതുപോലെ ഒരു ഘട്ടത്തിൽ സാമ്രാജ്യത്തിനെതിരെ, അമേരിക്കക്കെതിരെ പിന്നെ ഭിന്നിപ്പിച്ച് രാജ്യത്തെ നശിപ്പിക്കുന്നതിനെതിരെ അവരുടെ പരമാധികാരത്തെ ആക്രമിച്ചപ്പോൾ അതിനെതിരെ പ്രവർത്തിച്ച ഒരു രാജ്യമാണ് ഇറാൻ. ഇപ്പോഴും അതിനെ നമ്മൾ അംഗീകരിക്കുന്നില്ല. ഇറാൻ എല്ലാ കാലത്തും അംഗീകരിക്കല്ല. പക്ഷേ ഗൾഫ് വരെ നിങ്ങൾ എന്ത് ചെയ്ത് ഒരു കളിത്തോക്ക് ഉണ്ടായി ഒത്തിരി കാലമായിട്ട്. ഇപ്പോൾ അതൊക്കെ എല്ലാം മാറ്റിവെച്ച് അവർ സ്വന്തമായിട്ടൊരു കഴിവുപയോഗിച്ച് ആയുധം നിർമ്മിക്കും. സ്വന്തം സെൽഫ് റിലയൻസ്, സെൽഫ് സഫിഷ്യൻ്റ്, സെൽഫ് റിലയൻസ്, ആ റിലയൻസിൻ്റെ വാക്കുന്നത് ആ സെൽഫ് റിലയൻസ് സ്വയം പര്യാപ്തമാകും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഇരിക്കുമ്പോൾ ഇപ്പോൾ ന്യൂസ് വരുന്നത് സൗദി അറേബ്യയായിട്ട് ഒത്തുകൊണ്ട്, അമേരിക്കയായിട്ട് ഒത്തുകൊണ്ട് ഇറാനെ അടിക്കാൻ പോകുന്നതാണ്. അങ്ങനെ തീർന്ന്. അപ്പോൾ ഇസ്രായേലിനെയും അമേരിക്കയുടെയും തത്വം വെച്ചാൽ കാലാന്തരത്തിൽ
മുസ്ലിം ആധിപത്യം ഉണ്ടാവും. ഞാൻ മിനിയാതെ പറഞ്ഞില്ല, മുസ്ലിം ആധിപത്യം ലോകത്തുണ്ടാവുന്നു. അത് തകർക്കാൻ വേണ്ടി കൂടിയുള്ള ഗൂഢാലോചന, സാമ്രാജ്യത്വ ഗൂഢാലോചനയാണ് ഇപ്പോൾ കാണുന്നത്. ഇതിൽ എന്ത് സംഭവിക്കാം? കാരണം ഞാൻ ഇന്നലെ പറഞ്ഞു, അച്ഛനും അമ്മയും വഴക്കുണ്ടാക്കിയപ്പോൾ ഒരു പരിപാടി നടത്തിയപ്പോൾ ജയിച്ച ആൾക്ക് അമ്മ ഒരു ഉമ്മ, തോറ്റ അച്ഛനും ഒരു ഉമ്മ, രണ്ടും ഒന്നല്ലേ എന്ന് പറഞ്ഞ പോലെയാണ്. ഇവിടെ ഇപ്പോൾ ഇറാൻ അടിച്ചാലും ഗൾഫ് രാജ്യം അടിച്ചാലും പരസ്പരം ചാവുന്നവരാ ഈ ഗൾഫുകാരിലെ മുസ്ലിങ്ങൾ തന്നെ. അമേരിക്കയിൽ നിന്ന് അമേരിക്ക പട്ടാളം 10-100 പട്ടാളത്തിൽ പോകും, അല്ലെങ്കിൽ വണ്ടി അത് 10 ഇരട്ടി കൊണ്ടുപോകില്ലേ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, അറബി നാടുകളായിട്ട് ബന്ധമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇത് കേൾക്കുന്നാലും ഉണ്ടെങ്കിൽ അവരോട് ശ്രദ്ധിക്കുക. ഇത് അമേരിക്കയുടെയും ഇസ്രായേലിനെ ചതിൽ വീഴരുത്. ഇറാനും കൂടി പത്തി ചുരക്കിയാൽ, ഇറാനും കൂടി പത്തി ചിറക് കഴിഞ്ഞാൽ പിന്നെ അമേരിക്ക ഇസ്രായേൽ വേറെ ആരും ഉണ്ടാവില്ല. സൗദിയൊക്കെ വെറും കുത്തിയാൽ ഒന്നും നടക്കില്ല. ഇത്ര തൻ്റെയും പിന്നെ വിശ്വാസവും ഇല്ല. ഇവർ തെറ്റായാലും ശരിയായാലും ഉള്ള കാര്യത്തിൽ വിശ്വസിച്ചേക്കാണ്. അത് ശരിയാന്ന് നമ്മൾ പറയുന്നില്ല. ഷിയാക്കളുടെ ഇങ്ങനത്തെ അന്ധമായൊരു ആരാധന അത് ശരിയാണെന്ന് നമ്മൾ പറയുന്നില്ല. എങ്കിൽ ആരാധന അവർ 100% വിശ്വസിച്ചിരിക്കുകയാണ്. അതായത് ഒരു കാര്യമല്ലേ, ഇസ്രായേലിലെ കടകളുടെ മുമ്പിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ എമർജൻസി ബില്ലിട്ട് ഇവിടെ ഇതിലേക്ക് ഓടും. അപ്പോൾ പൈസ കൊടുക്കാതെ പോകും. അത് തലവേദനയാണെന്ന് പറയുന്നു ഇസ്രായേലിലെ കടക്കാർ. അത് ഇറാനിലെ കടക്കാർ എന്ന് പറഞ്ഞു, നിങ്ങൾ ഈ സാധനം കൊണ്ടുപോയിക്കോ, പൈസക്ക് പിന്നെ തന്നാൽ മതി, യുദ്ധം തീർത്ത് തന്നാൽ മതി എന്നുകൊണ്ട് കൊടുത്തു വിടാണ്. വ്യത്യാസം കണ്ടു ഓരോരുത്തർ കൾച്ചർ. ഇവിടെ പൈസ കിട്ടാത്തതിൽ ദുഃഖം പറയുന്നു, ഇവിടെ പൈസ കൊണ്ടുപോയിക്കുന്നുണ്ട്, പൈസ പിന്നെ മതിയെന്ന്. അങ്ങനെ വ്യത്യാസമുണ്ട്, ചതിവില്ലല്ലോ. ഏതായാലും ഇക്കാര്യത്തിൽ ഗൾഫുകാർ അമേരിക്കയുടെ വലയിൽപ്പെട്ട് പോയാൽ ലോകത്തിന് നാശമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അക്കാര്യം നിർത്താണ്. നമ്മൾ വീണ്ടും കേരള രാഷ്ട്രീയത്തിലേക്ക് തന്നെ. വീണ്ടും ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ രഹസ്യാന്വേഷണ റിപ്പോർട്ട് ഞാൻ ഈ സതീഷോടും കോൺഗ്രസ് നേതാക്കളും ലീഗുകാരോടും പറയണം. ലീഗുകാർ നിങ്ങൾ ധരിക്കുന്ന അത്ര ഈസിയല്ല, കോൺഗ്രസ്സുകാരെ നിങ്ങൾ ധരിക്കുന്നത് ഈസിയല്ല UDF അധികാരത്തിൽ കയറാന്നുള്ള കേരളത്തിൽ വരുന്ന ഇലക്ഷനിൽ. പ്രശ്നം സങ്കീർണമാണ്. അത് പല കാരണങ്ങളുണ്ട്. ഇപ്പോഴും ലീഗുകാരും കോൺഗ്രസും മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. അത് ഞാൻ 2-3 പോയിന്റ് ഒന്നുകൂടി പറയാം. ഒന്ന്, മുസ്ലിം ലീഗ് ഉൾക്കൊള്ളുന്ന ഒരു ഭരണം വന്നേ തീരൂ എന്ന് കേരളത്തിൽ ആർക്കുമില്ല. പരമാവധി അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. UDF തന്നെ ഒരു വിഭാഗം. മറിച്ച് LDF അധികാരത്ത് വരണമെന്ന് രാജ്യം ഭരിക്കുന്ന LDF ഗവൺമെൻറ്റും അവർ ശിൽബന്ധികളും, കേന്ദ്രം ഭരിക്കുന്ന BJP ഒരു ശിൽബന്ധികളും, സംഘപരിവാർ എന്നുകൊണ്ട് പിന്നെ വിദേശങ്ങളിൽ ഇസ്രായേലിലും അമേരിക്കയിലൊക്കെ ഉള്ള ചില വിങ്ങിൽ നിന്നുള്ള ഇത് കാസ പോലെ എടുക്കാൻ. അപ്പോൾ കാസയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇതിനു വേണ്ടിയല്ല. എന്തു പറ്റി? അവർക്ക് ഇവിടെ BJP വേണം, സംഘപരിവാർ വേണം. അതിനുവേണ്ടിയുള്ള ഇസ്രായേലിൻ്റെ ഈ കാസയുടെ ഞാൻ എൻ്റെ ക്രിസ്തീയ സഹോദരങ്ങളിൽ എൻ്റെ കുറച്ച് ക്രിസ്തീയ സഹോദരങ്ങൾ വളരെ സങ്കടത്തോടെ ഒരു കാര്യം പറഞ്ഞു. കാരണം ഈ കാസയും കൂസയുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് മുസ്ലിം വിരുദ്ധതയും മുസ്ലിം വിരോധം സൃഷ്ടിച്ച ഫലമായിട്ട് ഇപ്പോൾ മുസ്ലിങ്ങളിൽ കുറേ പേര് ശക്തമായിട്ട് ക്രിസ്തീയ സമുദായത്തിൽ തന്നെ ആകുന്നിരിക്കുകയാണ്. വെറുക്കണം. കാസയല്ല ഇറക്കുന്നത്, സമുദായത്തെ ഇറക്കുക. അതുകൊണ്ട് എന്ത് പറ്റി? കച്ചവട സ്ഥാപനങ്ങളിൽ ആ സമുദായത്തിനുള്ള കച്ചവടം കിട്ടുന്നില്ല. ഞങ്ങൾക്ക് ഇച്ചിരി ടൈറ്റാണ് ബിസിനസ്, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഗ്യാസ് ഇല്ല, മറ്റുള്ള മറിച്ചില്ല, അങ്ങനെ ബുദ്ധിമുട്ട്. ഇതൊരു കാരണമാണെന്ന്. ഇപ്പോൾ കാശൊക്കെ അവിടെ നിന്ന് പിന്നെ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഇസ്രായേലിലെ അമേരിക്കയിൽ പൈസ വാങ്ങിച്ച് അത് സമ്പാദിച്ചാൽ മതി. ഈ പാവം ക്രിസ്തു സമുദായം അവർ ചെറിയ ബിസിനസ് ചെയ്തും ചില കമ്പനി നടത്തിയും ഒക്കെ നടത്തി ജീവിക്കുന്നത് വളരെ കഷ്ടപ്പെട്ടാണ്. അവർക്ക് ഈ കസ്റ്റമർ മാറിയാലും ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. കഴിഞ്ഞ നോമ്പ് കഴിഞ്ഞ് ഒരാഴ്ച പോലും ആയിട്ടില്ല, എറണാകുളം പട്ടണം വിജനമായിരുന്നു. ഒരു സ്കെച്ചും നടക്കുന്നില്ല. സിനിമാ തിയേറ്റർ അതില്ലല്ലോ. നോമ്പ് പേര് സിനിമാ തിയേറ്റർ ഇല്ല, സിനിമ ഇല്ലല്ലോ. പുതിയ അറിയുന്നവരില്ല. കാരണം ഈ വരുന്നതിൽ കാക്കാന്മാരാണ്. ഞാൻ പറഞ്ഞില്ലേ, 90 രൂപ കിട്ടിയ 10 രൂപ ചേർത്ത് 100 ആക്കി പലിശ കൊടുക്കുന്നതാണ് ക്രിസ്ത്യൻ സമുദായത്തിൽ. ഒരു 5 ദിവസം കിട്ടും, ഒരു ഡേ 5 രൂപ കിട്ടും, 100 അവരുടെ പ്ലേയിൽ കിട്ടുക ബാങ്കിലുണ്ട്. അത് കാക്കമാരോ 1000 കിട്ടി അവരോ ചിലവാക്കാണ്. ആ ബിരിയാണി കഴിച്ചും ഭാര്യ വാങ്ങിച്ചും സിനിമ കണ്ടും ഇടും നടക്കാണ്. അപ്പോൾ ട്രാൻസ്ഫർ നടക്കും. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ കയറിയ ചില ഈ സെയിൽസ് കുറയും. എന്താണ്, അവർ ട്രിവാൻഡ്രത്തേക്ക് വിളിച്ചു പറയും, കാര്യം നടക്കും, ഫണ്ട് കാശായിട്ട് വാങ്ങിക്കും, അത് കുഴിച്ചിടും. പണ്ട് സ്പീക്കർ കുര്യൻ സാറ് മരിച്ചപ്പോൾ കണ്ടമാനം കാശ് ഉണ്ടായതുകൊണ്ട് കാരണം അത് വെറുതെ കുഴിച്ചിട് പോലെ ഇട്ടേക്കാവുന്നത്. അയാൾ മോനും മരിച്ചതാണ്. അതേ സമയത്ത് കോൺഗ്രസ് വരുമ്പോഴോ
ഇപ്പോൾ കാസർഗോഡ് നിന്ന് ഒരു ടീം യൂത്ത് കോൺഗ്രസ്സുകാർ ഒരു 6 പേര് അംബാസഡർ കാറെടുത്ത് പോരാൻ ട്രിവാൻഡ്രത്തേക്ക്. ആ പോകുന്ന വഴി മുഴുവൻ നിർത്തി സോപ്പ് വാങ്ങിച്ച് കണ്ണാടി വാങ്ങിച്ച് സിനിമ കണ്ട് ഭക്ഷണം കഴിച്ച് പിന്നെ തോർത്ത് വാങ്ങിച്ച് അങ്ങനെ പോവാണ്. അത് കഴിഞ്ഞ് 1-2 ദിവസം കഴിഞ്ഞ് ട്രിവാൻഡ്രത്ത് എത്തും. അത് തിരിച്ചു വരും. അപ്പോൾ ഇത് ഒരാഴ്ച പിടിക്കും. ഈ ഒരാഴ്ച കൊണ്ട് അവൻ്റെ കിട്ടുന്ന കംപ്ലീറ്റ് ഈ കള്ളപ്പണം അല്ല ഈ കൈക്കൂലി പണം ഒക്കെ ഉണ്ടല്ലോ ചിലവായി പുറത്ത് ചിലവാകും. പക്ഷെ കമ്മ്യൂണിസ്റ്റ് ചിലവാകില്ല. അപ്പോൾ ട്രാൻസാക്ഷൻ കുറയും. അതുപോലെയാണ് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ കടകളിൽ ഇതൊക്കെ വാങ്ങിച്ച് ഒരു ഞമ്മൽ 40% സാറേ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ അന്ധമായിട്ട് ഇവരല്ല കണ്ണടിച്ച് ഇരുട്ടാക്കിയാലോ. 100 പേര് മാറ്റിയ 40 പേര് ഈ സാധനം ഉണ്ടെന്ന് ഈ ഗവൺമെൻറ് ഈ മുസ്ലിം ഗവൺമെൻറ് റൗണ്ട് പോട്ട് മറ്റ് 10 ഉള്ളൂ. 5 കൺവേർട്ട് ക്രിസ്ത്യാനല്ലേ അവർ ദളിതുകൾ എന്ത് വാങ്ങിക്കാനാ? 1:4 ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ കച്ചവട സ്ഥാപനം നിൽക്കുന്ന ഈ മുസ്ലിങ്ങളുടെ പർച്ചേസ് കൊണ്ടാ. അത് ഈ കാസെ പോലുള്ള സംഘപരിവാരം ചേർന്നുള്ള ഈ അട്ടിമറി നടത്തുകൊണ്ട് അവർ ഒരു വിഭാഗം മൊത്തത്തിൽ ക്രിസ്ത്യൻസ് വെറുപ്പോയി. അതിപ്പോഴും കാണിക്കുന്നത് സംഘപരിവാർ പറയുന്ന പോലെ കുറച്ച് പേർ പറയുന്നുള്ളെങ്കിൽ മൊത്തത്തിൽ ഹിന്ദു സമുദായം മുസ്ലിങ്ങൾ വെറുക്കും, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഹിന്ദു സമുദായം വെറുക്കും. വാസ്തവത്തിൽ ഇവരൊക്കെ പറയുന്നത് വളരെ 1-2% ഉള്ളൂ. മൊത്തത്തിൽ ബാധകവും. അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ UDFനെ നിർബന്ധമായിട്ടും ഭരിച്ച് വന്നേ കയറൂ വന്നേ തീരൂ എന്നുള്ള ആഗ്രഹം ആർക്കുമില്ല. തന്നെയല്ല ഇതിനേക്കാൾ ശക്തമായിരുന്ന കാലമാണ് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ. അന്ന് ഉപമുഖ്യമന്ത്രിയായിട്ടും ഒക്കെ മുഖ്യമന്ത്രിയുടെ ആഗ്രഹിച്ച് തുടുപ്പ് തുന്നി വെച്ചവരുണ്ട്. എന്നിട്ട് എന്താ ഈ പ്രതീക്ഷയുടെ വീണയുടെ തലയുണ്ടായോ? അത് ഇന്നും അത് തന്നെ. വേറെ എന്ത് നേട്ടമുണ്ടായിരുന്നു? ഞങ്ങളുടെ ഗ്രൂപ്പ് വീണ്ടും ചോദിക്കുകയാണ് നിലയാണ് കാസർഗോഡ് അല്ല മുരളീധരൻ ട്രിവാൻഡ്രത്ത് വന്ന് കോർപ്പറേഷൻ പിടിക്കാൻ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞ എന്നാലും ഈ മരമണ്ടന്മാർക്കൊന്ന് കേൾക്കപ്പെടുമ്പോഴാണ്. ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാരും ലീഗുകാരൊക്കെ കണ്ട് ഈ നേതാക്കൾ പറയാൻ വേണ്ടിയാണ്. മുരളീധരനും പാർട്ടിയും ആ പുരുഷോത്തം എന്നല്ലോ കാർത്തികൻ സാറിൻ്റെ മകനെ പാട്ടൊക്കെ കുഴപ്പമില്ല പയ്യനെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തി 10 സീറ്റ് വരെ 20 സീറ്റ് പിടിച്ചു. 10 സീറ്റിന് വരെ 20 സീറ്റ് പിടിച്ചു. നിസ്സാരക്കാരിയല്ല, ഇരട്ടി സീറ്റ് പിടിച്ചു. പക്ഷെ അതിൻ്റെ അനന്തര ഫലം എന്തായി അവിടെ ശ്രദ്ധിക്കേണ്ടത്? അതൊരു ശ്രദ്ധിച്ചില്ല. കടുക് ചോദിച്ച് കാണും, നാളികെ ചോദിച്ച് കാണൂല എന്നപോലെ മുള്ളിയുടെ കാര്യമൊക്കെ. മുള്ളി നോക്കി വലിയ വാളായിട്ട് വന്ന് ഞാനാണല്ല കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് 10 സീറ്റ് പുറത്ത് 20 സീറ്റ് പിടിച്ചു, ഇരട്ടി സീറ്റ് പിടിച്ചു. അത് വലിയ നേട്ടമല്ലേ? ഫലം എന്ത് കിട്ടി? ഭരണം BJP കൊണ്ടി, അല്ലെങ്കിൽ സംഘപരിവാർ കമ്മ്യൂണിസ്റ്റുകാരിൽ ഇരുന്നേരെ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ബി പ്രാക്ടിക്കൽ. 10 സീറ്റുള്ള തിരുവനന്തപുരം ഇത് ഞങ്ങൾ എത്രയോ പ്രാവശ്യം ഇലക്ഷൻ മുമ്പിൻ്റെ പറഞ്ഞാണ്. ഏത് കോർപ്പറേഷൻ ഇലക്ഷൻ മുമ്പ് എത്ര പ്രാവശ്യം പറഞ്ഞത്? 10 സീറ്റുള്ള കോർപ്പറേഷൻ യൂണിറ്റിൽ അല്ലെങ്കിൽ കോർപ്പറേഷനിൽ ജയിക്കണമെങ്കിൽ 55 സീറ്റിൽ വിടും. 51 കിട്ടിയാൽ മതി, പക്ഷേ അത് 50 സീറ്റ് വിടും. 55 സീറ്റിൽ ഈ 10 കഴിഞ്ഞ ബാക്കി 41 സീറ്റ് കൂടി പിടിക്കണം. ഇത് മുരളീധര കാര്യം കഴിഞ്ഞ് പറഞ്ഞാൽ ഈ സതീശൻ കളിക്കാൻ വന്നേ. ഈ 45 സീറ്റ് 10 നിലനിർത്തുകയും 40 പിടിക്കണം. അതിൽ BJPയുടെ ഒരു സീറ്റുകൾ കിട്ടില്ല മാത്രമല്ല 10-15 സീറ്റുകൾ കൂടുതൽ കൊണ്ടുകയും ചെയ്യും. ഞങ്ങളിതൊക്കെ പറഞ്ഞ് ഇലക്ഷൻ മുമ്പാണ് റിസൾട്ട് പിന്നിലുള്ളത്. പിന്നെ കിട്ടുന്നത് ഈ 40 സീറ്റ് കിട്ടുമെങ്കിൽ എന്ത് ചെയ്യണം? കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിട്ടണം, LDF വേണം. LDF വേണം 40 സീറ്റ് കിട്ടുമോ? ഒരു 5-6 സീറ്റൊക്കെ വാങ്ങിച്ചെടുക്കാം, മാക്സിമം 10 സീറ്റ് എടുക്കാം. 10 സീറ്റ് കിട്ടുകയും ചെയ്ത്. അപ്പോൾ 10 സീറ്റ് പിടിച്ചോളം നിസ്സാരക്കാരില്ല, 8 സീറ്റ് കിട്ടാൻ നിസ്സാരക്കാരില്ല. പക്ഷെ അത് അനന്തര ഫലം എന്നാലും BJP അധികാരത്തിൽ കഴിയും. അതുപോലെ 42 സീറ്റാണ് ഉള്ളത്. ഒന്നിപ്പോൾ പോട്ടെ, ഒരു 40 സീറ്റ്. 40 സീറ്റ് കോൺഗ്രസിന് എത്ര? 21 സീറ്റാണോ? 20 പിടിച്ചോ? 20 സീറ്റ് കോൺഗ്രസ് പുറമെ 110 സീറ്റ് കിട്ടണമെങ്കിൽ എത്ര സീറ്റ് പിടിക്കണം കോൺഗ്രസ്? 110 സീറ്റെങ്കിൽ 30 സീറ്റ് താഴെയാണ് ലീഗൊക്കെ ചേർന്ന് വരുള്ളൂ. 20 സീറ്റായിട്ട് ലീഗൊക്കെ ചേർന്നുള്ളൂ. 20 ബാക്കി 90, 20 ബാക്കി 72. 75 സീറ്റ് അഡീഷണൽ പിടിക്കുന്ന കോൺഗ്രസ് മാത്രം. ഏത് സീറ്റ് 70 സീറ്റ് പിടിക്കുക? ഞാൻ സതീശോട് ചെറിയ ബുദ്ധി ചോദിക്കാം. നിങ്ങൾ നല്ല സംഘപരിവാറിൻ്റെ അവിടെ കൊണ്ട് വെളുക്കെത്തിച്ച് കുനിഞ്ഞിന്ന് മാലയിട്ട് അതൊക്കെ ഞാൻ വിട്ടുകളെ, അതൊക്കെ പോട്ടെ. അത് രാഷ്ട്രീയ വൈരാഗ്യം എന്താണെന്ന് നോക്കാം. പക്ഷേ അക്കാര്യത്തിൽ LDFും UDFും ഒക്കെ ഒരുപോലെ തന്നെ സംഘനുഭാവികൾ പലതിൽ കാണിക്കുന്നുണ്ട്, അതൊക്കെ പോട്ടെ. പക്ഷേ ഈ 72 സീറ്റ് പ്ലസ് 20 ഇപ്പോൾ 92, പിന്നെ ഒരു 20 സീറ്റ് ലീഗ് ഉൾപ്പെടെ 10, അപ്പോൾ 112, അപ്പോൾ 112 10 എന്ന് പറയും. അപ്പോൾ 70 സീറ്റ്
20 സീറ്റ് കൂടാതെ 70 സീറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ എക്സ്ട്രാ പിടിച്ചാൽ മാത്രമേ 110 സീറ്റ് കിട്ടുള്ളൂ. അതൊരിക്കലും നടക്കാൻ പോകുന്നത് ഇമ്പോസിബിൾ. മറ്റേ ട്രിവാൻഡ്രത്തെ കോർപ്പറേഷൻ പോലെയാണ്, ഇമ്പോസിബിളാണ്. അത് മനസ്സിലാക്കാൻ സതീഷ് മനസ്സിലായില്ല. ഇല്ല, മുഖ്യ നേതാക്കൾ ആവേശം കൊണ്ടും എങ്ങനെയോ കുറേ പണം വന്നപ്പോഴല്ലോ അത് എവിടെ ഒതുക്കാനുള്ള ശ്രദ്ധ കൊണ്ടല്ലോ ഒക്കെ കൂടി ആകെ ഒരു അന്ധമായ ഒരു ആരാധന പോലെ അന്ധമായ ചിന്തയാണ്. എങ്ങനെ കിട്ടും? ഇതൊക്കെ പോട്ടെ, അതൊക്കെ പോട്ടെ. 110 കൂടെ ഭരിക്കണമൊന്നും വേണം. ഭരിക്കാൻ 70 സീറ്റ് കിട്ടിയാൽ മതിയല്ലോ. ഭരിക്കണമെങ്കിൽ 70 സീറ്റ് കിട്ടിയാൽ മതി. അല്ലെങ്കിൽ നമുക്ക് 75 പിടിച്ചോ, 4 എക്സ്ട്രാ വാശി എന്ന് പറയുമ്പോൾ എക്സ്ട്രാ 75 സീറ്റ്. അതിലിപ്പോൾ 40 സീറ്റ് ഉണ്ടെന്ന് വയ്ക്കാം മൊത്തത്തിൽ. ബാക്കി 35 സീറ്റ് കിട്ടണ്ടേ? ആ 30 സീറ്റിൽ ഇപ്പോൾ ഷുവർ സീറ്റ് ഏതുള്ള 30 സീറ്റ്? പാലക്കാട് ഓക്കെയാണ്, പോയി. ചെറിയങ്ങീട്ടായാലും ഉറപ്പില്ല. തൃക്കരിക്കോട് പിന്നെ അത് ഉറപ്പില്ല. പിന്നെ ഉറപ്പുള്ള സീറ്റ് ഇവർ കൊച്ചി പോലും ഉറപ്പില്ല. നിങ്ങൾ ജില്ലാ പ്രസിഡന്റ് എത്തിയില്ലേ? മാന്യനാണ്, ഒരു കുഴപ്പമില്ല. ജില്ലാ പ്രസിഡന്റ് ഒരു രാഷ്ട്രീയക്കാര നിലയിൽ, ഒരു കോൺഗ്രസ് നിലയിൽ ഒരു കുഴപ്പമില്ലാത്ത ആളാണ്. വലിയ ജാടയൊന്നുമില്ല, അഹങ്കാരം ഇക്കാരൊന്നുമില്ല, അത്യാവശ്യം കഴിവൊക്കെ ഉള്ള ആളാണ്. പക്ഷെ അതൊരു ഉറപ്പില്ല. കാരണം അവിടെ കിടത്ത് മറ്റു ചില ബുദ്ധിമുട്ടുണ്ടോ. ഇത്തവണ ആലുവയിൽ പോലും യൂസഫ് ജയിച്ച സ്ഥലമാണ് ആലുവ. യൂസഫുകൾക്ക് എല്ലാ നിലക്കും എക്കണോമിക്കലി, എഡ്യൂക്കേറ്റലി, സോഷ്യലി എല്ലാ നിലക്കും വളരെ ഡിഫറെൻ്റാണ് ഈ ആരിഫ് സർക്കാരിൽ. ആരിഫ് 10ാം ക്ലാസ്സിൽ തോറ്റ ആളായിട്ടാണ് അവിടെ പഠിച്ചത്. ഇയാൾക്കൊരു ഗ്രാജുവേറ്റ് നല്ല വിദ്യാഭ്യാസമുള്ളതാണ് എൻ്റെ അറിവ്. ആരിഫ് വക്കീല പറ്റുമെന്ന് തോന്നിട്ടിരിക്കുന്നത്. അവരായിട്ട് കളി അത്ര ഈസിയല്ല. ആലുവ പോലും അത്ര ഈസി അല്ലെങ്കിൽ പിന്നെ എവിടെ നിന്നുള്ള സതീശ നിങ്ങൾ ഈ 35 ജയിക്കുക മാത്രം കണക്കാക്കി 30 സീറ്റ് കിട്ടുന്നത്? ഏത് സീറ്റാണ്? ലീഗിന് കുറേ സീറ്റുണ്ട്. അത് ചിലപ്പോൾ 10-18 അല്ലെങ്കിൽ 10-18 സീറ്റും ലീഗിന് കിട്ടിയിരിക്കും. RSP നിങ്ങൾ കൊടുത്ത 5 സീറ്റിൽ ഉറപ്പുണ്ടെങ്കിൽ സീറ്റ്. കേരള കോൺഗ്രസ് കൊടുത്ത് 8 സീറ്റിൽ ഉറപ്പുണ്ടായതിൽ പാല പോലും ഉറപ്പുണ്ടോ? ഏതെങ്കിലും ഒരു സീറ്റ് ഉറപ്പുണ്ടോ കേരള കോൺഗ്രസ് കൊടുത്തതിൽ? ഞാൻ ഈ പറയുമ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പ് ഇതൊക്കെ സ്റ്റഡി ചെയ്ത് 1 by 1 ആയിട്ടുള്ള പറഞ്ഞ് കാര്യക്കാരൻ്റെ സഹിതം പറയുമ്പോഴേ ഞാൻ വാസ്തവം അമ്പരത് പോവാണ്. ഞങ്ങളുടെ ഗ്രൂപ്പ് വളരെ ശക്തത. ഞാൻ പറഞ്ഞില്ലേ, നിസ്സാരക്കാരല്ല അവർക്ക് പറ്റി താല്പര്യമില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട് പറയും. നമ്മൾ ബ്ലഡ് ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്താൽ ആദ്യം കാണുന്നത് കാണിക്കുമല്ലോ, അവിടെ ചെയ്യാൻ പറ്റില്ലോ. അപ്പോൾ ഇവർ യാഥാർത്ഥ്യം പറയുന്നത് അവർക്ക് പറ്റിയ ഒരു താല്പര്യമില്ല. കോൺഗ്രസ് ജയിപ്പിക്കണോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തോൽപ്പിക്കണോ ഒന്നും ആഗ്രഹമില്ല. നിഷ്പക്ഷ ജനങ്ങളുടെ മാൻഡേറ്റ്, ജനങ്ങൾ വികാരമാണ്. അത് മനഃശാസ്ത്രം കൈകാര്യം, സയൻസാണ്, ഫിലോസഫിയാണ്, മാത്തമാറ്റിക്കാണ്, എല്ലാം കണക്കാണുള്ള. അപ്പം അങ്ങനെ വരുമ്പോൾ സതീഷ എവിടുന്നാണ് നിങ്ങൾ ഇത്ര ഈ 35 സീറ്റ് കിട്ടുന്നത്? 110 പോട്ടെ, ഭരിക്കുന്ന 70 സീറ്റ് കിട്ടിയതല്ലോ. അതിനൊക്കെ നില പ്രതിഭ കായംകുളം പ്രഥമ സ്ഥാനത്തിന് വേണ്ടി ലീഗിൻ്റെ ചെയർമാൻ പറഞ്ഞ് അവർ പാർട്ടി പുറത്താക്കി. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കട്ടോ, അയാൾ അങ്ങനെ പറഞ്ഞിട്ട് തെറ്റാതെ മനസ്സിലാക്കി മുസ്ലിം ലീഗ് ഉടനെ തന്നെ പാർട്ടി പ്രാഥമിക അംഗത്വങ്ങൾ കളഞ്ഞ്. പക്ഷെ അതിനുവേണ്ടി സഖാക്കൾ ചില മുസ്ലിം പെൺകുട്ടിയൊക്കെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു നടപടി എടുത്തില്ലല്ലോ. അപ്പോൾ സഖാക്കൾ അക്കാര്യത്തിലൊക്കെ മോശമല്ല, വളരെ മോശമാണ്, വ്യത്യസ്തമൊന്നുമല്ല. ഇത് മുസ്ലിം ലീഗ് എല്ലാം കുറ്റം വേണ്ട കാര്യമുണ്ടോ? അതിലൊക്കെ അവർ മാതൃക കാണിച്ചു. ഓക്കെ, അപ്പോൾ അത് ആ പ്രസ്താവന പറയാവോ? പാവം ജ്യോതിഷകുമാർ ചാമക്കാല അദ്ദേഹമാണ് അവിടെ നിൽക്കുന്നത്. പുള്ളിയെ തോൽപ്പിക്കാനുള്ള ഒരു ഇതല്ലേ ചെയ്തത്. പിന്നെ ഈ കോൺഗ്രസ്സുകാരും ഐക്യം വേണ്ടി നേതാക്കളെ എങ്ങനെ വിശ്വസിക്കും സാർ? സതീശൻജി എങ്ങനെ വിശ്വസിക്കും? അല്ലെങ്കിൽ ഈ നിർണായക ഘട്ടത്തിൽ ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് അങ്ങനെ മാനസികപ്പെടുത്ത അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇപ്പോൾ ചിറയെങ്കിൽ മണിക്കാൻ പാട്ടുകാരി പെണ്ണ് ജയിക്കാൻ കാരണം സഖാക്കൾ ആരോ അവിടുത്തെ പിന്നെ സ്ഥാനാർത്ഥിയെ ഇത് മോശമായിട്ട് പറഞ്ഞു. ഏതൊരു സഖാവ് ഈ പെൺകുട്ടി മോശം, ആ മോശമായിട്ട് പറഞ്ഞതിൻ്റെ പ്രതിഫലനമാണ് അവർ അന്ന് ജയിച്ചത്. പിന്നെ മോശം പറഞ്ഞതിൽ ആരും അവർ ജയിച്ചില്ല. അപ്പോൾ ഒരു ഇലക്ഷനിൽ നേരിടുമ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ മാനസികമായിട്ടൊക്കെ ഹരാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ജനങ്ങൾ ഇഷ്ടപ്പെടില്ല. അവൻ്റെ കയ്യിൽ അധികാരം ഇരിക്കുന്നത് അവൻ്റെ കയ്യിലല്ലേ, ആയുധം ഇരിക്കും അവൻ്റെ കയ്യിൽ, അവൻ പ്രയോഗിക്കുന്നത് അങ്ങനെയാണ്. അപ്പം അതുപോലെ അങ്ങനെ ഓരോ സീറ്റും തന്നെയുമല്ല. ഞാൻ അത് കയ്യെ കാലെ പിടിച്ച് നിങ്ങളോട് പറഞ്ഞു, ഞങ്ങളുടെ ഗ്രൂപ്പ് ആ മുസ്ലിം സമുദായത്തിൽ വോട്ടാണ് നിങ്ങൾ കിട്ടാനുള്ളത്. അതിൽ 48 സീറ്റ് കൊടുക്കണം, കൊടുത്തേ തീരൂ. അത് കൊടുത്ത് 35-34 കുറഞ്ഞ്
10-15 സീറ്റ് കുറഞ്ഞിട്ടുണ്ട്. അത് ജനങ്ങൾ വളരെ വറിയഡാണ്, വയലൻ്റ്, വലിയ ടെൻഷനിലുമാണത്. ഈ വോട്ട് എന്ന് പറഞ്ഞാൽ ക്ലോക്കിൻ്റെ പെൻഡുലം പോലെ ആടിക്കൊണ്ടിരിക്കും, നിലനിൽക്കില്ല. കാരണം ഞാൻ പഞ്ചായത്ത് മത്സരിച്ച ഒരാളെ വോട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടല്ലോ, പുള്ളി 2-3 മണിക്കൂർ ഒരു വരാന്തി കയറി തിന്നെ കയറി ചാരി ഇരുന്ന് എൻ്റെ മുഖത്ത് നോക്കും, എൻ്റെ എതിരുടെ സാധനം നോക്കി അവസാനം 2-3 മണിക്കൂർ കഴിഞ്ഞാൽ വോട്ട് ചെയ്യാൻ പോയുള്ളൂ. കാരണം രണ്ടുപേർക്കും പുള്ളിയെ സംബന്ധിച്ച് ഒന്നും കുറ്റം കാണാനില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആർക്കും ഇത് അവസാനം അറിയില്ല. അതുപോലെയാണ് ക്ലോക്കിലെ പെറ്റിലെ പോലെ ആടിക്കൊണ്ടിരിക്കല്ലേ. ഇതൊന്നും അറിയാതെ ഈ മുരളീധരൻ 3-ാം സ്ഥാനത്തൊക്കെ പറയുന്നപ്പോൾ മുരളീധരൻ എല്ലാ സ്ഥലത്തും ജയിക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ BJP തോൽപ്പിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങുന്ന പാർട്ടി പറഞ്ഞാൽ അത് തന്നെ ശരിയല്ല. അങ്ങനെ ഒരു പാർട്ടിയെ തോൽപ്പിക്കാൻ സ്ഥിരമായിട്ട് എന്നൊന്നും ശരിയൊന്നുമില്ല. സംഘപരിവാറുണ്ട്, RSS ഉണ്ട്, ഒക്കെ ഉണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി ദേശീയ പാർട്ടിയല്ലേ, അവർ മത്സരിക്കാൻ വളരെ പറ്റുമോ? അതിൻ്റെ മറുവശം എന്നറിയോ? കോൺഗ്രസ്സുകാർ, RSSകാർ ഉൾപ്പെടുന്ന JJPക്ക് മത്സരിക്കാൻ പാടില്ലാന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് പറയുന്ന പോലെ അതിന് മറുവശമുണ്ട്. ഈ STPക്കാർക്കും PDPക്കാർക്കും പിന്നെ നമ്മുടെ ഹൈദരാബാദിലെ അവർക്കൊക്കെ നിങ്ങൾ പറയുന്നത് നിങ്ങൾ അത് മത്സരിക്കാൻ പാടില്ല, നിങ്ങൾ മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾത്തരല്ലേ. രജിസ്റ്റർ ചെയ്തൊരു പാർട്ടി, ആ പാർട്ടിക്ക് ഇലക്ഷൻ കമ്മീഷൻ അംഗീകാരം കൊടുത്തിട്ടുണ്ട്, ചിഹ്നം കൊടുത്തിട്ടുണ്ട്, അവന് മത്സരിക്കാമല്ലോ. അവൻ മത്സരിക്കുമ്പോൾ ക്ഷീണം പറ്റുന്ന ആർക്കാണ്? അതായത് ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളൊന്ന് ഇലയിൽ വേണം, ഇലക്കാണ് കേട്ടത് പണ്ട് കാന്തമ്പര പറയുമ്പോലെ. അങ്ങനെ OWൈസിയുടെ പാർട്ടി ഒന്ന് മത്സരിച്ചാൽ ക്ഷീണം പറ്റുന്നത് കോൺഗ്രസ് ആണെങ്കിൽ, അല്ലെങ്കിൽ UDFിനാണെങ്കിൽ, ഇപ്പോൾ കേരളത്തിലില്ലല്ലോ, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്കാണെങ്കിൽ ആ മുന്നണി ശ്രദ്ധിക്കണ്ടേ. അപ്പോൾ എന്താ വേണ്ടേ? അങ്ങനെയുള്ളൊരു മുന്നണി ചേർക്കണ്ട, അത് 4-5 സീറ്റ് കൊടുത്ത് മാറി നിർത്താം. കൂടെ ചേർക്കാൻ വേണ്ട, മാറിയല്ല, ശത്രുവാക്കണ്ട. ആ ശത്രുവാക്കാതിരിക്കാൻ സാധിക്കില്ലേ? അപ്പോൾ നമുക്ക് ഒരാളെ മിത്രമാക്കാൻ പറ്റില്ലായിരിക്കും, പക്ഷേ ആളെ ശത്രുവാക്കാതിരിക്കും നമ്മൾ വിചാരിച്ച് നടക്കണം. അപ്പോൾ OWൈസി നമ്മൾ ശത്രുവാക്കാതിരിക്കും എന്തായാലും അയാൾക്ക് 4-5 സീറ്റ് കൊടുത്ത് ആ മൂലയിൽ വിട്ടണം, ഒരു ബന്ധം വേണ്ട. നമ്മൾ ഒരുപാട് പറഞ്ഞാൽ തൊട്ടനും തൊടില്ലാതെ മാറ്റി നിർത്താം. പക്ഷെ അതൊക്കെ കാലമൊക്കെ പോയി. ഇനിയുള്ള കാലം ഇന്ത്യയിൽ ആ പോയിനോട് പറഞ്ഞാൽ നിർത്താം. ഇനിയുള്ള കാലം ഇന്ത്യയിൽ BJP ഒഴിച്ചുള്ള സർവ്വ പാർട്ടികളെ ചേർത്ത് ഒരു കുടക്കുഴിൽ നിർത്തി ഒരു ചങ്ങല കണ്ണികൾ പോലെ ഒഴിച്ചത് പിടിച്ചാൽ മാത്രമേ ഒരു പക്ഷേ BJP താഴെ വെക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരിക്കലും BJP താഴെ വെക്കാൻ സാധിക്കില്ല. BJP ചില പ്രശ്നം ഉണ്ടാവും, ഒരു അതൊക്കെ മാറിയിരിക്കും, എങ്കിൽ താഴെ ഇറക്കാൻ പ്രയാസമാണ്. ഇതൊന്നും കോൺഗ്രസ്, മുഖ്യ കക്ഷിയായ കോൺഗ്രസ് നയിക്കുന്ന പിന്നെ രാഹുൽ ഗാന്ധിക്കോ ഖാർഗെക്കോ ഇതൊന്നും മനസ്സിലായിട്ട് പോലില്ലെന്ന് ഞാൻ പറയും. കോൺഗ്രസ് കാക്കാമര മുസ്ലിങ്ങളോട് പറയാണ്, ഇതൊന്നും അവർക്ക് മനസ്സിലായിട്ടില്ല. പണ്ട് നമ്മുടെ ദേശീയ നേതാവ് പറഞ്ഞല്ലേ, അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി, അത് ജനതാദൾ അല്ല ജനതാ പാർട്ടിയാണ്, ഞാൻ ഒരു സ്ഥാനവും വഹിക്കില്ല എന്ന് പറഞ്ഞു. അതിൽ കോൺഗ്രസ് വെച്ചു എല്ലാവരും ഉണ്ടാകുമെന്ന് പറഞ്ഞ് മുന്നണി കയറി ജനതാ പാർട്ടി ഉണ്ടാക്കി ഭരിച്ചില്ലേ മുഖ്യ പ്രധാനമന്ത്രി. ആ ഒരു തത്വം എന്തുകൂടെ കോൺഗ്രസ് കാണിക്കാത്തത്? അവർക്ക് ചിന്തിക്കാനുമില്ല. രാഹുലും പ്രധാനമന്ത്രിയാവണം, ഖാർഗെയും പ്രധാനമന്ത്രിയാവണം, സുധാകരൻ ഒരു പ്രധാനമന്ത്രിയാവണം. പ്രധാനമന്ത്രി ആരുമാണെങ്കിലും ആദ്യമായിട്ട് ഭൂരിപക്ഷം കിട്ടണ്ടേ? മുഖ്യമന്ത്രി ആകണമെങ്കിൽ ആദ്യം ഭൂരിപക്ഷം കിട്ടണ്ടേ? ഇതൊന്നുമില്ലാതെ കരിക്കാട്ടി കളഞ്ഞു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മണ്ടത്തരം കൊണ്ട് അവസരം കളഞ്ഞു. ഈ ഒരു അവസരം കൂടി കേരളത്തിൽ കിട്ടിയില്ലെങ്കിൽ മുസ്ലിം ലീഗുകാരെ നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണ്? കോൺഗ്രസ് ഒന്നുമില്ല, കോൺഗ്രസ് പ്രധാന നേതാക്കൾ BJPയിൽ പോകും. മുസ്ലിം ലീഗിൻ്റെ അവസ്ഥ മനസ്സിലാകുന്നു. RSPക്കൊന്നും വിഷയമല്ലെന്നേ, അവർ BJPയുടെ മുന്നിൽ പോയി. മുസ്ലിം ലീഗ് പോയിക്കൂടാന്നില്ല, മറ്റുള്ള പോയ അബ്ദുൽകുട്ടി പോവുകയും ചെയ്യും. പക്ഷെ അങ്ങനെ എല്ലാവരും പോയി പറ്റി വേറെ പാർട്ടി പ്രതിപക്ഷം ഉണ്ടാവില്ലല്ലോ. അപ്പം അതുകൊണ്ട് കോൺഗ്രസ് മനസ്സിലാക്കേണ്ടത്, ഇനിയെങ്കിലും കേരളത്തിൽ പോലും ഈ ഒരു തത്വം ഉണ്ടായതെങ്കിൽ PDP ചെയ്തതിനെ കുറിച്ചോ അല്ലെങ്കിൽ STPനെ കുറിച്ചോ വലിയ വിഷമം ഉണ്ടാവുമോ? 10 വോട്ട് കിട്ടൂലേ? ഇതിപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ചേർത്ത് വെച്ചാൽ മറ്റുള്ളവർക്ക് പറയാൻ അവസരമായി, വർഗീയ പാർട്ടി പറയാൻ അവസരമാവും. ഇവിടെ ഭൂരിപക്ഷ വർഗീയ പ്രസ്ഥാനം വന്ന് രാജ്യം ഭരിക്കുക, ന്യൂനപക്ഷം വർഗീയത എന്താണോ പ്രസക്തിനെ? എന്ത് പ്രസക്തിയുള്ളത്? എല്ലാവരും ചോദിച്ചിട്ട് BJP ചോദിച്ചോളാക്കി എല്ലാവരും ചേർത്ത് ഒരു മുന്നണി ഉണ്ടാക്കിയിട്ട് അദ്ദേഹം ഉണ്ടാക്കി പാർട്ടിയാണ്, ഒറ്റ പാർട്ടിയാണ് ജനതാ പാർട്ടി. അതൊന്നും ഇനി നടക്കില്ല. മുന്നണി ഉണ്ടാക്കിയിട്ട് മത്സരിച്ച് പരമാവധി സീറ്റ് കൊടുത്ത് ജയിപ്പിക്കാൻ നോക്കണ്ടേ? അത് ചെയ്യാത്ത കാലം മണ്ടത്തര കാണിക്കുന്നത്, ഇന്ത്യ മണ്ടത്തര കാണിക്കുന്നത്, കേരളം UDF മണ്ടത്തര കാണിക്കുന്നത്. UDF എന്താ അന്ധമായ ഒരു ദിവാസ്വപ്നത്തിലോ അല്ലെങ്കിൽ സ്വപ്നം ജീവിയോ വികാര ജീവിയൊക്കെയാണ്. 110 സീറ്റ് മുന്നേ നടക്കുകയാണ് സതീശൻ. ഭരണം കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ലെന്നേ.
ഇത് വരുന്ന അസംബ്ലി ഇലക്ഷനിൽ UDF-ന് ഭൂരിപക്ഷം കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല, ഭരിക്കാൻ മാത്രം. അപ്പോൾ ഇതിന് 110 സീറ്റ് എവിടുന്ന് കിട്ടും? ഇതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നാട്ടാർക്ക് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ. 1000 നന്ദി. ജയ് ഹിന്ദ്.